എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഐസോൾ പോണ റൂട്ടിലാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് ഇവിടെ സ്റ്റേയും കാര്യങ്ങളും കിട്ടി. അപ്പോൾ അതിൻ്റെയൊക്കെ വന്നതിൻ്റെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്താട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടിട്ടോ, എന്നിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. നമ്മുടെ സൈക്കിള് കഴിഞ്ഞ ദിവസം കംപ്ലൈൻ്റ് ആയല്ല. അപ്പോൾ അതിൻ്റെ കംപ്ലൈൻ്റ് ആയല്ല, നമ്മുടെ ടയറിൻ്റെ ട്യൂബില്ലേ അത് പഞ്ചറായിപ്പോയി. അപ്പോൾ വേറെ ട്യൂബ് മേടിക്കാണ്ട് ഞാനും പയ്യൻ കൂടെ പോകണേട്ടാ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പുള്ളിയുടെ വീട്ടിലാണ് താമസിച്ചത്. നമ്മളിപ്പോൾ ഉള്ളത് സൈക്കിളിലെ ആ ഒരു കടയിൽ വന്നിട്ടുണ്ട്. കട കാര്യങ്ങൾ തുറന്നിട്ടില്ല. അങ്ങനെ സൈക്കിളിലെ ട്യൂബ് മേടിച്ചേട്ടാ. കഴിഞ്ഞ ദിവസം സൈക്കിൾ വെച്ച കട അതേ ഇവിടെ ഉണ്ട്. സൈക്കിൾ കാര്യങ്ങൾ അവിടെ ഇപ്പം ഉണ്ട് കേട്ടാ. ഇല്ലേ, ഞാനും കൊണ്ട് ബയ്യുണ്ട് കേട്ടോ. നമുക്ക് മാറ്റാൻ വേണ്ടി ഇതില്ല, സ്പാനർ കാര്യങ്ങളൊന്നും ഇല്ല. അത് ഇവിടെ നിന്ന് കിട്ടുമെന്നാണ് അവിടെ ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞത്. എന്നാലും നോക്കാട്ടാ. കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. നമ്മളെ പുതിയ ട്യൂബ് ഇട്ടാ ഡെയിലി. ഇനിയിപ്പോൾ അത് എയർ അടിച്ചിട്ടിരിക്കണേട്ടാ. हाय भैया, आपका नाम क्या है? आपका नाम क्या है? സാജൻ. അച്ഛാ, നമ്മളെ കഴിഞ്ഞ ദിവസം മാറിയ ടയറാണ് കേട്ടോ. അല്ല, ട്യൂബാണ്. കണ്ടില്ലേ, ഇത് വലുത് നമ്മൾ ഒട്ടിച്ച്, ചെറുതാത് ഒട്ടിച്ച്, പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വലുതൊട്ടിച്ച്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഏറ്റവും വലുതൊട്ടിച്ച് കേട്ടോ. നമ്മളെ പഞ്ചറൊക്കെ ഒട്ടിച്ചിട്ട് തിരിച്ചു പോണേ. ഹായ്, आपका नाम क्या है भैया? चना, आपका नाम क्या है दीदी? अच्छा, പൊടി അടിച്ചേട്ടാ. അച്ഛാ, ഹായ് ഹായ്. ഇതാണ് കേട്ടോ കൊൽസിബ് എന്ന് പറഞ്ഞ ടൗൺ കേട്ടോ. എവിടെ ഇങ്ങനെ പോകണേക്ക് ഒരാളെ കണ്ടുപിട്ടി. ഹായ്, യുവർ നെയിം ബ്രോ? അച്ഛാ, മിസോറാം. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണേ കേട്ടോ ഭയ്യ. ഓക്കെ, താങ്ക് യു ദീദി. ഓക്കെ, താങ്ക് യു. അങ്ങനെ സൈക്കിള് കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു സ്ഥലത്ത് വന്നിട്ടാ. അതായത് നമുക്ക് ടെൻ്റ് അടിക്കാനല്ല, നമുക്ക് താമസിക്കാൻ ഒരു സ്ഥലം കിട്ടി. ഇന്നിപ്പോൾ ഇവിടെ ഒരു റോഡ് കൺസ്ട്രക്ഷൻ്റെ കമ്പനിയാണ് കേട്ടോ. ഹായ് ഭയ്യ, आप लोग का नाम क्या है? मेरा नाम अंकुश। आपका? अच्छा, थैंक यू भैया. ഹായ്, आपका नाम क्या है भैया? ഓക്കെ, നമ്മുടെ സൈക്കിൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഒരു കണ്ടെയ്നർ, അതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അതിൻ്റെ മേലെ കുറച്ച് ആൾക്കാർ ഇപ്പം ഉണ്ട് കേട്ടോ. ഞാൻ അവരെയൊക്കെ പരിചയപ്പെടുത്തി തരാം. നമ്മൾ പോണ റൂട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഉള്ളിലായിട്ടാണ് ഇവൻ്റെ. ഹായ് ഭയ്യ, आपका नाम क्या है? आप लोग का नाम बोलो. नाम? मेरा नाम है विक्की। अच्छा, नाम अनिल। अनिल, असम से हो? अच्छा, आसाम से। अच्छा अच्छा अच्छा. संजीव। अनिल कुमार यादव। अच्छा, अब लोग पूरा आसाम का है. अच्छा अच्छा. അങ്ങനെ നമ്മൾ സൈക്കിൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാ. ഇവിടെയാണ് നമ്മൾ സ്റ്റേ അടിച്ചത്. ഇവിടെ കുറേ പേരുണ്ട് കേട്ടോ. അവരുടെ യാത്ര ഭയ്യ തോ ജായക. भैया थैंक यू. हाय, ओके ठीक है. അപ്പോൾ ഇവിടെ കുറേ പേരുണ്ട്. भैया जाएगा. ओके, थैंक यू. ओके ओके, जाएगा. ओके ओके. वापस मेरे त्रिपुरा जाने का प्लान है, उधर से जाएगा. और तो जाएगा तो आएगा. ओके ठीक है भैया. ओके ओके भैया. ओके ठीक है ठीक है. ओके. നമ്മളിപ്പോൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ പേര് സെത്വാൻ എന്നാണ്. അങ്ങനെ അത്യാവശ്യം കയറ്റം കേട്ടോ. രാവിലെ തന്നെ നമ്മൾ കയറ്റം കയറിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ കാണുന്നതൊരു സ്കൂളാണ് കേട്ടോ. ഇതും അതിൻ്റെ ഭാഗം തന്നെയല്ല, എന്തൊരു ഗവൺമെൻറ് ലാൽപുങ്ഖ പ്രൈമറി സ്കൂള് സെത്വാൻ. കണ്ടില്ലേ, പക്ഷെ മോനെ കിടിലൻ ആംബിയൻസ് കേട്ടോ. കണ്ടില്ലേ, റൂട്ട് പോയിക്കേ, അടിപൊളി റൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാ. ഇത് ഹൈവേ ആണ്, പക്ഷേ ചെറിയൊരു വഴിയാണ് കേട്ടോ. അതും കാടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള ഒരു വഴി പോലത്തെ ഒരു വഴി. ഹായ്. അപ്പോൾ അങ്ങനത്തെ റൂട്ടാണ്. ഈ സൈക്കിൾ സ്റ്റാൻഡേർഡ്. നല്ല വെയിറ്റ് ഉണ്ട് സൈക്കിളിൽ. ഒന്നാമത്തെ കേസ് ഒരുപാട് ലോഡ് ഉണ്ട് കേട്ടോ. ഇപ്പം ഇതൊക്കെ ഒന്ന് കുറക്കണമെന്നുണ്ട്. ആ പോയ വണ്ടിയില്ലേ, അതിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ ആദ്യം വെച്ചേ മഴ നല്ല രീതിയിൽ വന്നെയാണെന്ന്. മഴ പൊടിയുണ്ട് കേട്ടോ. ഇത് സ്റ്റാൻഡ് ഇരിക്കൂല അതിൻ്റെ. ഇപ്പോൾ ചെറുതായിട്ട് മഴ പെയ്ത് തുടങ്ങാനിട്ടാ. മഴ പൊടിയാണ്ടേ. കണ്ടില്ലേ, ഇത് ഈ സ്ഥലത്തിൻ്റെ പേരാണ് ബോൾപോയ് കേട്ടോ. ബോൾപോയ് എന്ന് പറഞ്ഞാൽ നമ്മളിനി അടുത്തത് കാൻപോയ് ആണെന്ന് തോന്നുന്നത്. അത് തന്നെ ന്യൂക്കാൻപോയ് എത്തും. ന്യൂക്കാൻപോയ് ആണോ നോർത്ത് കാൻപോയ് ആണോന്ന് അറിയില്ല. അടുത്ത അവിടെ കേട്ടോ. കണ്ടില്ലേ, മഴ പൊടിയുണ്ട് കേട്ടോ അത്യാവശ്യം. നമ്മളെ ഇപ്പോൾ വന്നോയ്ക്കൊരു കാഴ്ചയാണ് കേട്ടോ. എൻ്റെ സൈക്കിൾ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. നല്ല ചെറിയ രീതിയിലൊരു മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ്. പക്ഷേ ഈ മരങ്ങളൊക്കെ ഇരിക്കണോണ്ടേ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റില്ല. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ നല്ല പ്രത്യേക ഭംഗിയായിട്ട് നിങ്ങൾ നോക്കി. കണ്ടില്ല, കോടയുണ്ട് ഈ വന്നിറക്കാം. കോട ഇങ്ങനെ മേലിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്.
അവിടെയൊക്കെ മലകൾ കാണാം കേട്ടോ. പക്ഷെ അവിടേക്ക് എന്തോ ഉണ്ട്, അപ്പുറത്തെ ഒരു ബ്രിഡ്ജ് പോലെ കാണാൻ പറ്റുന്ന കേട്ടോ. അത് ഏതാ റൂട്ടെന്ന് അറിയില്ല, കാണാൻ പറ്റണ്ട് തോന്നണം. കണ്ടില്ല, ഒരു ബ്രിഡ്ജ് കാണല്ലേ, അടിപൊളിയാണ് കേട്ടോ. നമ്മൾ പോണ റൂട്ടാണ്. അത്യാവശ്യം വെയിൽ വന്നിട്ടുണ്ട്, ചെറിയ രീതിയിൽ ചൂടെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. എന്നാലും പയ്യെ മുന്നോട്ട് പോട്ടോ. ഇവിടെ ഏത് വീടിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞാലും നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ വീടുകൾ കണ്ടില്ലേ, ഫുള്ള് ഇങ്ങനെ ചരിവിനോട് ഇങ്ങനെ ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു താങ്ങ് നിർത്തിയിട്ടാണ് പണിതേക്കണ കണ്ടില്ലേ. കാരണം അങ്ങനെ പണിയാൻ പറ്റുള്ളൂ കൂടുതലും. ഇവിടെ കണ്ടില്ലേ, ഇവിടെയും അതുപോലെ ഉണ്ടാ, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കോൺക്രീറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ വല്ല മരക്കഷ്ണങ്ങൾ ഇങ്ങനെ അടിച്ച് താങ്ങി നിർത്തിയിട്ടാണ് വീട് കാര്യങ്ങളൊക്കെ പണിയണം. നമ്മളെ വന്ന വഴിക്ക് അടുത്തൊരു കിട്ടുന്ന വ്യൂ ഉണ്ട് കേട്ടോ. അത് നോക്കി അടിപൊളിയാട്ടെ. ഇവിടെ അടിയിൽ ഇറങ്ങാൻ പറ്റും കേട്ടോ, നമുക്ക് നോക്കാട്ടോ. പക്ഷെ എൻ്റെ മേലിലേക്ക് കുറച്ച് സീനാണെന്ന് തോന്നുന്നു. കയറാൻ പറ്റുമെങ്കിൽ കയറാട്ടെ നമുക്ക്. അടിപൊളിയല്ലേ. പക്ഷെ എൻ്റെ മോനെ സെറ്റ് വ്യൂ ആണ് കേട്ടോ. ഇതൊക്കെയാണ് മക്കളെ കാഴ്ചകൾ, ഇതൊക്കെയാണ് നമ്മൾ കാണേണ്ടത് കേട്ടോ. രക്ഷയില്ല കേട്ടോ, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാട്ടോ. ഇവിടെ കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ, പിന്നെ ഇവിടെ ടോയ്ലറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ്ട ഇറങ്ങി പോണ റൂട്ട് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും ഒന്ന് അങ്ങോട്ട് പോയി നോക്കാം. നമ്മുടെ സൈക്കിൾ കാര്യങ്ങൾ ഇവിടെ ഇപ്പുണ്ട് കേട്ടോ. ഇല്ലേ, സൈക്കിൾ ഇവിടെ ഇപ്പുണ്ട്, പോയി നോക്കാം കേട്ടോ. ആളുകൾ അങ്ങനെ ആരും ഇല്ല കേട്ടോ ഇവിടെ. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉള്ള സ്ഥലമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ അധികം ആൾക്കാരില്ല കേട്ടോ. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇത് ഹൈവേ ആണ്, ഹൈവേയുടെ സൈഡിലുള്ള ഒരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. പക്ഷെ ആളുകളൊക്കെ വന്ന സ്ഥലങ്ങളാണിത്. അങ്ങനെ നമ്മൾ സ്ഥലത്ത് എത്തി കേട്ടോ. എൻ്റെ മേലിൽ കയറാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഒരു ചെറിയൊരു ബസ് സ്റ്റോപ്പ് സംവിധാനമൊക്കെ ഉണ്ട് കേട്ടോ. ആർട്ട് ആൻഡ് കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർ 13th ഫൈനാൻസ് കമ്മീഷൻ ഡയറക്ടർ 2015 അപ്രോച്ച് സ്റ്റെപ്പ് റോഡ്. ഈ മേലിൽ കയറാൻ പറ്റും കേട്ടോ, പക്ഷെ കുറച്ച് പണിയാന്ന് തോന്നുന്നു. നമ്മുടെ സൈക്കിളൊക്കെ മേലുണ്ട് കേട്ടോ. ഉള്ളാട്ടോ സംഭവം. നമ്മളെ ഇതിൻ്റെ മേലിൽ പിടച്ച് കയറി കേട്ടോ. നമ്മൾ സൈക്കിൾ കാര്യങ്ങളൊക്കെ അവിടെ ഇപ്പം ഉണ്ട് കണ്ടില്ലേ. ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ അവിടെ ഇപ്പം ഉണ്ട് കേട്ടോ. പവർ ബാങ്ക്, കണ്ണട, സീനാട്ടാ, റിസ്ക്കിയാണ്. പക്ഷേ കൊള്ളാട്ടോ. അവിടെ രണ്ടിൻ്റെയൊക്കെ പേര് വെച്ചിട്ടുണ്ടോ, റോഹൻ പി എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇല്ലേ, അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ മേലിൽ നിന്നാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. അങ്ങാടെ ഒന്ന് പോയി നോക്കാം. ഒരാവശ്യമില്ലാണ്ട് ഇതിൻ്റെ മേലിൽ ഇങ്ങനെ പിടച്ച് കയറിയേട്ടാ. ഹായ് ഭയ്യ. അപ്പം നമ്മൾ ശരിക്കും ഇങ്ങനെ കയറണ്ട. കേരള. അപ്പം നമ്മളെ ഇതുവഴി വഴിയുണ്ടാവും. ഞാനെന്ത് പൊട്ടതാന്ന് ഞാൻ ആലോചിക്കണം. പക്ഷേ മണ്ടത്തരമല്ല കാണിക്കണം. അവിടെ ഒന്ന് കറങ്ങിയാൽ മതി. എനിക്കിപ്പോൾ അവൻ പറഞ്ഞു തന്നെ കേട്ടാ. പക്ഷേ അവിടെ ഇന്നാലും ഇവിടെ ഇന്നാലും വ്യൂ ഒക്കെ എല്ലാം സെയിം തന്നെ കേട്ടോ. കൊള്ളാം. പക്ഷേ ഞാൻ മണ്ടത്തരം കാണിച്ചേട്ടാ, യാത്രക്കിടയിലെ മണ്ടത്തരങ്ങൾ കേട്ടാ. പക്ഷേ ഇത് നോക്കി, കോട വന്ന് നോക്കി, കോട വരുന്നുണ്ട് കേട്ടാ. ഈ ഒരു ഇതാണ്ട് നമ്മൾ കയറിയത്. കോട വന്നു തുടങ്ങണം കേട്ടാ ഇവിടെയൊക്കെ. എന്തായാലും മേലിലേക്കോ ഈ വഴിയിലൊന്നുമില്ല എന്നാട്ടാ അവൻ പറഞ്ഞ. പക്ഷെ അതിനേക്കാളും വ്യൂ ഇതിലാന്നാ പറഞ്ഞ. പക്ഷെ സെറ്റാണ് കേട്ടാ, മുതലാർന്ന് വന്ന വഴിക്കൊക്കെ അടിപൊളിയായിരുന്നു കേട്ടാ. ഇപ്പം മേലിലേക്ക് പോണ നോക്കിയൊക്കെ അത്യാവശ്യം വ്യൂ ഉണ്ടാവട്ടെ. ഇതിനേക്കാൾ അടിപൊളി വ്യൂ ഐസോളി എന്നതിനെ കിട്ടുമെന്ന് പറയണ്ട കേട്ടാ. നമ്മളെന്തായാലും നമ്മുടെ ചാനലിൽ കൊണ്ടുവരാൻ നോക്കും കേട്ടാ. ഒരു പട്ടീനെ നോക്കി ചെന്നായനെ പോലെ, ചെന്നായല്ല മറ്റേ കരടീനെ പോലെ ഉണ്ട്. രോമം കണ്ടില്ല അതിൻ്റെ. ഞാൻ അതിനെ പോണേ കണ്ട കേട്ടാ. അല്ലേ, പുറയിലൊരാൾ ഓടി വന്നിട്ടുണ്ട് കേട്ടാ. ബോൾപോയി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ ഇത്. പക്ഷേ വീടുകളൊക്കെ എല്ലാം സെറ്റാണ് അടുത്താ. സെറ്റെന്നല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. കടകൾ കാര്യങ്ങൾ, എന്തൊരു ചെറിയ ടൗണാണ് കേട്ടോ ബോൾപോയി എന്ന് പറയണത്. കണ്ടില്ലേ, മേളിലൊക്കെ കോടകൾ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ചെറിയൊരു മഴ പെയ്തല്ല, അതിൻ്റെ ഉണ്ട് ആ കോട കാര്യങ്ങളൊക്കെ. ഒരു നല്ലൊരു ഇറക്കം കിട്ടിയേട്ടാ. ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് നല്ല വിശപ്പുണ്ടാകുന്നു. നമുക്ക് കഴിഞ്ഞ ദിവസം ഒരാളെ മിച്ചർ തന്നു വിട്ടിട്ടുണ്ട്. അത് ഇത്രയും വലിയ പാക്കറ്റ് ഉണ്ട്, ഒരാളെ തന്നാണ്. അപ്പോൾ അതും കഴിച്ചിട്ടിരിക്കണേ. ആ ഒരു സമയത്ത് മഴയൊക്കെ ഇരുന്നിട്ട് അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പുള്ളി തന്നില്ല, ആ ഒരു സ്ഥലത്ത് കയറി ഇരിക്കണേന്ന്. അങ്ങനെ തന്ന് പോയി.
ഇപ്പം എന്തായാലും അത് കേട്ടാ. പിന്നെ എന്താ സൈക്കിളേ ബ്രേക്ക് പിടിച്ച് നല്ല രീതിയിൽ തേനട്ടാ. അപ്പോൾ നല്ല സ്മെല്ലും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് പയ്യതൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാലാന്ന് വെച്ച് അത്യാവശ്യം ഇറക്കമുണ്ട് കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് കയറ്റമാണ്. ഇതൊരു ചെറിയ റൂട്ടാണ്. നമ്മൾ വൺ വേക്ക് 2 വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒന്ന് ഹൈവേ ആണ്, അതായത് മെയിൻ റോഡാണ്. ആ റൂട്ട് ഭയങ്കര മോശം എന്ന് പറയാൻ ഒരു രക്ഷയില്ലാത്ത റോഡാണെന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പം കൂടുതൽ ആൾക്കാർ ഈ റൂട്ടാണ് പോകണം. പിന്നെ ട്രക്കുകൾ വലിയ വണ്ടികൾ മാത്രമേ ആ റൂട്ട് പോകുന്നുള്ളൂ. അപ്പോൾ ആ റൂട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് പണിയാണെന്ന് പറഞ്ഞാൽ അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വഴി കൂടെ വേണ്ട പോണത്. അപ്പോൾ എന്തായാലും നോക്കാം. സൈക്കിൾ അല്ലെങ്കിൽ സീനായി പോട്ടെ. ബാക്ക് ടയർ തീരാറായിരിക്കണേ. അപ്പോൾ ഇനി അടുത്തൊരു പഞ്ചറും കൂടെ തന്നെ ഷോക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വഴി തന്നെ പോവാട്ടാ. അപ്പം നമ്മൾ പോകണമെങ്കിൽ ഒരാളെ കണ്ടുകൂട്ടിയാട്ടാ. ഹായ് ഭയ്യ, आपका नाम क्या है? मेरा नाम तामिम खान, मेरा फेसबुक पेज है TK मीडिया। TK मीडिया, वो उधर आपका गाड़ी का पीछे है ना? हाँ, फेसबुक ये का मेरा पेज कार है। अच्छा, टूरिस्ट परमिट आसाम मेघालय मिजोरम। अच्छा TK मीडिया। तो आप प्रॉपर किधर का है? मैं प्रॉपर असम करीमगंज डिस्ट्रिक्ट का है। अच्छा, इधर किधर से आएगा? आइसोल से है? मैं आइजोल सिटी से आ रहा है, अभी करीमगंज जाएगा। करीमगंज जाएगा। आज टूरिस्ट वगैरह कुछ नहीं आया है? आज टूर से कल रात को आया था, आज सुबह फिर जा रहा है दोबारा लेने के लिए। अच्छा। तो आपको इधर देख के रुका है, तो मैं केरला पीछे लिखा देखा है, इसीलिए मैं तुरंत ब्रेक करके आपके पास आया है। अच्छा ഓ ആള് നമുക്കൊരു ഇത് തന്നിട്ടാ, ഒരു ബാഗ് തന്ന് ഒരു കവർ തന്നിട്ടാ. കാരണം മറ്റേ കവറൊക്കെ ഇതാണ്. केरला वाला तमिल वाला जो मलयालम आदमी है ना, तमिल वाला, वो बहुत अच्छा लोग है। मैं भी 4-5 साल उधर थे, बहुत अच्छा लोग है। अभी भी वो केरला में भी मेरा बहुत फ्रेंड है, चेन्नई तमिलनाडु में भी बहुत फ्रेंड है। अभी भी बातचीत होता है। मेरा दोस्त लोग भी बहुत लोग उधर है। आप किधर रहते हो तमिलनाडु में? मैं तमिलनाडु में फुल सिटी में था, चेन्नई में कोयम्बटूर है, कोयम्बटूर है, सोलिंगनालोर है, जैसा सिटी में जितना जगह है मैं पूरा घुमा। मैं उधर भी कॉल टैक्सी में राइड किया था। ओके। अभी कुछ दिन के लिए गाँव आया है, फिर जाने का प्लान है, कुछ दिन बाद जाएगा। ओके ठीक है भैया, मिलने के लिए तो बहुत। ഇപ്പം നമ്മൾ കണ്ട പുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ തമിഴൊക്കെ പറയണ്ട കേട്ടോ. അപ്പം പുള്ളി പറഞ്ഞതാണ് ഈ റൂട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര കുത്തനെയുള്ള ഇറക്കം ഉണ്ടോ. ബ്രേക്ക് പിന്നെയും പണിയായി പിടിച്ചിട്ട് കിട്ടണില്ല. അപ്പം എനിക്ക് തോന്നുന്നു മിക്കവാറും ബ്രേക്ക് പാഡ് മാറേണ്ടി വരും തോന്നുന്നു കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തേഞ്ഞ് നല്ല സ്മെല്ലാകുന്ന കേട്ടോ. നമുക്ക് ഇങ്ങനെ ഇറങ്ങി വേണം കേട്ടോ പോകാൻ. അപ്പോൾ ഇവിടെ ഒരു വണ്ടി ഇങ്ങനെ കംപ്ലൈൻ്റ് ആയിട്ട് അതിൽ വീണ് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയാണ്ട് വേണം പോകാൻ കേട്ടോ. അവിടെ ഒരു റൂട്ട് ഉണ്ടല്ലേ, അങ്ങനെ വേണം കേട്ടോ പോകാൻ. ബ്രേക്കില്ല. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ബ്രേക്കില്ല. ഐസോൾ ഹായ്. അപ്പം അങ്ങനെ വേണം കേട്ടോ കയറി പോവാൻ. കയറിയല്ല ഇറങ്ങി പോകാൻ. അതോടെ അങ്ങാട് കയറ്റമുണ്ട് കേട്ടോ, അറ്റത്തേക്ക് കയറ്റമുണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറയണ്ടല്ലോ, ബ്രേക്ക് കണ്ടില്ലേ, ഇതില്ല, ബ്രേക്കില്ല. ടൈറ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഇപ്പോൾ സാധനങ്ങൾ അയച്ചിട്ട് വേണം ഇനി എടുക്കാൻ, കാരണം അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലാണ്ടാ. പയ്യെ ഇറങ്ങാട്ടാ. ഭയങ്കര കയറ്റമുണ്ടാ. നമ്മൾ കയറിയതല്ല തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ തള്ളിയാട്ടേ കയറുന്ന, ഇറക്കിയതും ഇറക്കിയത്, കയറ്റണതും കയറ്റണം. പറ്റാവുന്നതൊക്കെ ചവിട്ടാണ്ട് കേട്ടാ. ഭയങ്കര കയറ്റമാണ്. അതേ ഇവിടെ കൂടി വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ, ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട്. അതേ ഇവിടെ കൂടി ഇങ്ങനെ വെള്ളം ഒഴുകി പോകുന്നുണ്ട് കേട്ടോ, ഒരു ചെറിയൊരു കനാല് പോലെ. കുറച്ചേരെ അവിടെ പോയിട്ട് റെസ്റ്റ് ചെയ്യാം, മുഖമൊക്കെ കേട്ടോ. നമ്മളെ വന്നോയ്ക്ക് ഒരു പയ്യനെ കണ്ടിട്ടാ. ഹായ് ഭയ്യ, आपका नाम क्या है? नाम क्या है आपका? रमा। अच्छा आप किधर का है? आइसोल का है। अच्छा ये आपका फार्म हाउस है ना? अच्छा ഇതൊരു നല്ല ഫാം ഹൗസാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സൈക്കിൾ കാര്യങ്ങൾ പുറത്തുണ്ട്. ഞാൻ ശരിക്കും ഇവിടെ നിന്ന് വന്ന വഴിയാണ് കേട്ടോ. അതായത് ഇങ്ങനെ കയറി വന്നിട്ടിരിക്കുന്നതായിരുന്നു. അപ്പോഴാണ് ഒരു പുള്ളീനെ കണ്ട. അപ്പോൾ പുള്ളിയുടെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്ത്. അപ്പോൾ ഇത് ഫാം ഹൗസാണ് ഇപ്പണ്ട. അപ്പോൾ പുള്ളി എനിക്ക് ചായയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാണ്ട് കേട്ടോ. കാരണം നമ്മൾ ജസ്റ്റ് വന്നേക്ക് ഒരു വില്ലേജ് ഉണ്ട് കേട്ടോ. ഭയ്യ ഈ വില്ലേജ് കാ നാം ക്യാ ഹൈ? വില്ലേജ് കാ നാം ക്യാ? സാങ്ലോങ്. ഓ സാങ്ലോങ് എന്ന് പറയുന്ന വില്ലേജാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് വില്ലേജ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വീടാണ് പുള്ളീൻ്റെ. അപ്പോൾ നമ്മൾ വന്നോയ്ക്ക് മൂപ്പരെ വിളിച്ചാണ്. നല്ല വ്യൂവും കാര്യങ്ങളാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ. പക്ഷേ പുള്ളി തന്നെ ഉണ്ടല്ലോ
സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ കിതച്ച് ആകെ ടെങ്ങേറായിട്ട് കയറി തന്നെയായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു ഇരിക്കി ചായ പിടിക്കാന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു ഇവിടെ റെസ്റ്റ് എടുത്തോ, ഇന്ന് താമസിക്കാമെന്ന് പറയും. താമസിക്കാൻ കുഴപ്പമില്ല, ഇവിടെ താമസിച്ച് നാളെ പോയാൽ മതി, ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് പുള്ളി എന്നെ ഇങ്ങാട് ഇൻവൈറ്റ് ചെയ്തേണ്ട. ഇങ്ങനെ മനുഷ്യരുണ്ടല്ലോ, ശരിക്കും സത്യം പറഞ്ഞാൽ തളർന്ന് മരിച്ചിരിക്കണേണ്ട. അപ്പോഴാണ് എന്നെ പുള്ളി ഇൻവൈറ്റ് ചെയ്തത്. അതൊരു സന്തോഷം തന്നെയുണ്ടാ. എന്താ പറയാനെന്ന് അറിയില്ല. കാരണം നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മളൊരാൾ വിളിച്ചല്ല. വിശന്നിരിക്കണേ ആകെ ഉണ്ടായിരുന്ന മിച്ചർ കഴിച്ച്. മിച്ചർ ഇത്രയെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുക. പക്ഷേ വിശന്ന് പൊരിഞ്ഞിരിക്കണേ ചായ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് പുള്ളി എന്നെ അതെല്ലാം ഇങ്ങോട്ട് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. എല്ലാവരും കണ്ടില്ലേ, വ്യൂ നോക്കി അടിപൊളിയാണ് കേട്ടോ. ഇവിടെ നോക്കാൻ വേണ്ടി ഫുള്ള് വാഴയുണ്ട് ഈ അടിയിൽ കാണണം. വാഴക്കൊലയൊന്നും അങ്ങനെ കണ്ടില്ല, ഉണ്ടാവും കേട്ടോ എല്ലെങ്കിലൊക്കെ. പിന്നെ അതേ മുള്ളയൊക്കെ ഉണ്ട്, പിന്നെ അവിടെ അടക്കാമരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും അല്ലേ ഈ കാണുന്ന ഈ ഇതിൽ അടക്കട ഇതില്ലേ തൈ കാര്യങ്ങൾ അതെല്ലാം നമ്മുടെ നാട്ടിൽ നിന്നാട്ടാ. ഓബി പൂര കേരള से आएगा भैया ये सुपारी का पेड़ पूरा? अच्छा अच्छा, ഇത് ഫുള്ള് കേരളത്തിൽ നിന്നാണ്ടോ? केरला से ना हाँ ट्रेन में आता है गुवाहाटी में ना. ओ ट्रेन में गुवाहाटी आएगा फिर उधर से? गुवाहाटी से हम लाता है. अच्छा, अब कैसे बुक करेगा ये? ऑनलाइन में बुक करेगा? ऑनलाइन. अच्छा 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 ये तो एक आदमी का ना. हाँ हाय भैया. हाँ यहाँ तक आ गया. वो आज भी बहुत नीचे में देखा था मैंने. हाँ थोड़ा टायर्ड हो गया. आज यहाँ पे रेस्ट करना है. हाँ आपका नाम क्या है? शंकर रॉय. शंकर रॉय किधर जाएगा? आम सिल्चर. अच्छा अच्छा. നമ്മൾ ശരിക്കും വന്ന വഴിക്ക് കണ്ട ആൾക്കാരുണ്ട് ഇവരൊക്കെ. പക്ഷെ എന്നെ എങ്ങനെ തിരിച്ചു നമ്മുടെ സൈക്കിൾ അവിടെ നിർത്തിയിട്ടേക്കിട്ട് എന്നെ ഇങ്ങനെയൊക്കെ തിരിച്ചറിഞ്ഞേട്ടാ. അത് തന്നെ ഭയങ്കര സന്തോഷം. അല്ലേ നമ്മളിവിടെ ഇറങ്ങണേട്ടാ. ഇതാണ്ട് നാരങ്ങയുടെയാണ്. നാരങ്ങ ഉണ്ടായിട്ടില്ല. ഓ കൊതുകാണ്. എന്തൊരു സാധനം വന്ന് കുത്തിയേട്ടാ. കുറേ സാധനങ്ങൾ വന്ന് കുത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ നീറ്റിലെടുക്കണ്ട കേട്ടാ. ഭാഗ്യത്തിന് മുഖത്തൊന്നും വന്നില്ല. ഇതാണോ വഴിയെന്ന് അറിയില്ല കേട്ടോ. പുള്ളി ഇതാ വഴിയെന്ന് പറഞ്ഞത്. നല്ല രീതിയിൽ കുത്തിയേട്ടാ. അതിലെന്തോ സാധനമൊക്കെ ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി എടുത്തേട്ടാ. നമുക്ക് എവിടെ അവതരിപ്പിച്ചാലും നല്ല പണിയായി കിട്ടണം. നമ്മളെ ഇപ്പം അടിയിലേക്ക് ഒരുപാട് ഇറങ്ങി വന്നിട്ടാ. കണ്ടില്ലേ പുള്ളിയുടെ വീടാക്കാനുള്ള മേലിലാണ്ടാ. ഇത് പുള്ളിയുടെ ഫാം ഹൗസാണ്. ഇതാണ് പുള്ളിയുടെ കൃഷിത്തോട്ടോട്ടാ. കൊള്ളാട്ടാ, നല്ല സെറ്റാണ്. സാധനം കടിച്ചിട്ടേ കൈ വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരാവശ്യമില്ലാതെ നമ്മുടെ ഷൂ കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ വിജയ് മോഹൻ സാറ് തന്ന ഷൂ ആണ്, പട്ടാളത്തിൻ്റെ ഷൂ. അതാണ് വലിയ കുഴപ്പമില്ല. കണ്ടില്ല നമ്മൾ ഇറങ്ങിയപ്പോൾ ഏറ്റവും അടിവരെ എത്താറായിട്ടാ. ഇനി അങ്ങാടേക്ക് കാടാണ്. അങ്ങാടേക്ക് മൃഗങ്ങളൊക്കെ ഉണ്ടാവും എന്നാണ്ട പറഞ്ഞേട്ടാ. മണിപ്പൂരൊക്കെ ആയിരുന്നെങ്കിൽ മൃഗങ്ങൾ ശരിക്കും അവിടെ ഇല്ല. എല്ലാത്തിനെയും അവിടെയുള്ള ആൾക്കാർ പിടിച്ച് വെടിവെച്ച് കൊന്ന് തിന്ന്. സത്യം പറയാം എപ്പോഴും ഫുള്ള് വേട്ടയാട്ടം നടക്കുന്ന സ്ഥലമുണ്ടോ മണിപ്പൂർ. എല്ലാ അതിലും ഗണ്ണുണ്ടാവും. നമ്മൾ പോണ റൂട്ടിലൊരു പാമ്പൊക്കെ ഉണ്ടാവും തോന്നുന്നുണ്ടോ. അമ്മാതിരി ഏരിയയിലേക്ക് നമ്മൾ പോകുന്നത്. സത്യം പറഞ്ഞാൽ എന്തിനാണ് പോകണേന്ന് അറിയില്ല കേട്ടാ. പക്ഷെ ഒരു കൗതുകം കൊണ്ട് ഇറങ്ങണേണ്. ഇനിയിപ്പോൾ ഒരുപാട് ദൂരം നമ്മൾ കയറണം കേട്ടോ. മലമ്പാമ്പൊക്കെ ഉണ്ടാവും തോന്നണേ. ഇതില്ലേ വാഴത്തോട്ടം. നല്ല രീതിയിൽ അധ്വാനിച്ച് വേർത്ത ഫീലാണ്ടാ. ഇതിലൊക്കെ അത്യാവശ്യം കൊലയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരെണ്ണമുണ്ട്, പിന്നെ മേളിൽ ഒരെണ്ണം ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ഇതൊക്കെ പുള്ളി ഒറ്റക്കാണ് നടത്തണേന്ന് പറഞ്ഞാൽ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പണിക്കാർ വരും. അവർക്ക് ഒരു ദിവസം 500 വെച്ച് തച്ചുണ്ടെന്നാണ് പറഞ്ഞാൽ. ഇവിടെയൊക്കെ പണിയെടുക്കണതിന് ഒരു ദിവസം 500 രൂപ ലാഭം തന്നെയാണ്. ലാഭമല്ല, 500 രൂപ ഇങ്ങനെ കൊടുക്കണം. കാരണം ഇവിടെയൊക്കെ വരുമാനങ്ങൾ കുറവാണ്. പക്ഷേ നമ്മുടെ നാട്ടിലേക്കാണ് കൂടുതൽ ആൾക്കാർ വന്നത്. നമ്മുടെ ഫുഡ് കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടാ. ചോറ് ഭയ്യ ഹൈ. ചോറ് കറിയൊക്കെ ഉണ്ട് കേട്ടാ. ബീഫ്, പിന്നെ മുളക്, പിന്നെ ഇതൊരു കറി ഉണ്ട്, ഇലക്കറി, പിന്നെ പരിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. സെറ്റാകുന്നത്. അതായത് പരിപ്പ് രണ്ട് ഈ ദാലാണ് ഭയ്യ. ദാൽ പാവട്ടെ. നമുക്ക് ഒരുപാട് ഭക്ഷണങ്ങൾ കാര്യങ്ങൾ റെഡിയാക്കി തന്ന്. ശരിക്കും ഈ വീഡിയോയില്ലേ നിങ്ങൾ ഈ കണ്ടിരിക്കണ വ്ളോഗില്ലേ അതിൻ്റെ കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം എടുക്കണ വീഡിയോ ഉണ്ടാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ ഞാൻ എണീച്ച് അവിടെ നിന്ന് പോകുന്നു. കാരണം ഒരു 5 മണിയൊക്കെ ഇപ്പോൾ എണീച്ച് 5-5:30 എണീച്ച് പെട്ടെന്ന് ഞാൻ റെഡിയായി അവിടെ നിന്ന് ബാഗ് പാക്ക് ചെയ്ത് ഇറങ്ങിയിട്ടാ.
കാരണം ആ പുള്ളിയില്ലേ അയാളൊരു കുണ്ടനാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ അയാളൊരു കുണ്ടനാണ്. കാരണം ഞാൻ ഇന്നലെ രാത്രി കിടക്കണമായിരുന്നു. കിടക്കാൻ ഫുഡൊക്കെ തന്നെ അയാൾ ആ സമയം വരെ നല്ല മനുഷ്യനാണ്. ഞങ്ങൾ ഇത് വ്ലോഗ് കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഭയങ്കര സന്തോഷം സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് ഇനി രാത്രി ഫുഡൊക്കെ കഴിച്ച് ഇനി ഞാൻ കിടക്കാറായിട്ട് 2 കട്ടിലുണ്ട്. പുള്ളി പറഞ്ഞ് ഇവിടെ കിടക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അപ്പുറത്ത് ആ കട്ടിലേക്ക് കിടക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ കട്ടിലേക്ക് കിടന്ന് കുറച്ച് കഴിഞ്ഞ് പുള്ളി എന്നെ വിളിച്ചിട്ട് കുറേ ഫോട്ടോസ് കാണിച്ചു തന്നു പെണ്ണുങ്ങളല്ല. അത് ഇവിടെയുള്ള അത്യാവശ്യം ഈ സെക്സ് വർക്ക് ചെയ്യണ പെണ്ണുങ്ങളാണ്, ലേഡീസ്. അപ്പോൾ എന്നോട് പറഞ്ഞ് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകുന്ന വെച്ചാൽ ഞാൻ പറഞ്ഞു എനിക്ക് ഇൻട്രസ്റ്റ് ഒന്നുമില്ല, ഓക്കെ എന്ന് പറഞ്ഞ് കിടന്ന് അപ്പുറത്തെ എൻ്റെ തൊട്ടടുത്ത് തന്നെ കട്ടില് അവിടെ ഞാൻ പോയി കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സൗണ്ട് കേൾക്കണം. ഞാൻ നോക്കുമ്പോൾ ഇയാൾ തുണ്ട് കണ്ട് പൊട്ടടിച്ചോണ്ടിരിക്കാൻ അയാൾ. ഞാൻ പിന്നീട് ഞാനൊന്നും മൈൻഡ് ചെയ്തില്ല, അയാൾ എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ചെറിയ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായില്ല. എന്നിട്ട് ഞാൻ കിടന്ന് പിറ്റേ ദിവസം രാവിലെ എണീച്ചപ്പോൾ ഉണ്ടല്ലോ പുള്ളി വന്നിട്ട് എൻ്റെ തൊട്ടയിലൊക്കെ പിടിക്കുന്നു. ഞാൻ പറഞ്ഞു എന്ത് കൈ എടുക്ക്, ഞാൻ തള്ളി മാറ്റി പുള്ളിനെ. എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ്. അങ്ങനെ പുള്ളി പറഞ്ഞ് അല്ല കാണാൻ നല്ല രസമുണ്ട് നിങ്ങളെ കാണാൻ, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതായിക്കോട്ടെ, നിങ്ങൾ മേത്തോടാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ബാത്റൂമിൽ പോയി ബാഗ് പാക്ക് ചെയ്തത്. അതിന് ബാത്റൂമിൽ പോയി ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ പുള്ളി വന്നിട്ട് ഉളിഞ്ഞിട്ട് നോക്കണം. 2 തവണ ഒന്ന് നോക്കി. ഞാൻ വെച്ചാൽ എന്താണ് എനിക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഇവിടെ നിങ്ങൾ ഇന്നലെ കാണിച്ചില്ലേ ആ പെണ്ണുങ്ങളുടെ അടുത്ത് പോയി തീർക്കല്ലാണ്ട് പൈസ കൊടുത്ത് തീർക്കല്ലാണ്ട് എൻ്റെ അടുത്ത് വരാൻ നിൽക്കണ്ട, ഞാനാണ് നിങ്ങൾക്ക് എന്താണ് ഇതിൽ തോന്നണത് എനിക്ക്, ഞാനത് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞ്. അല്ല പുള്ളി പറഞ്ഞു എനിക്ക് കണ്ടിട്ട് ഇതാണെന്നൊക്കെ തോന്നുന്നത്, എന്താണ് നിങ്ങൾ കാണാൻ നല്ല ഭംഗിയാണ് അതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, അതിന് നിങ്ങൾ ഇതാക്കാൻ നിൽക്കണ്ട, നിങ്ങളൊരാണല്ലേ, നിങ്ങൾ എന്താണ് ഈ കാണിക്കുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ സത്യം ഞാൻ അവസാനം പുള്ളിനോട് എനിക്ക് നിങ്ങളെ പിടിച്ചിടിക്കാനുള്ള ദേഷ്യമുണ്ട്, ഞാൻ ഒന്നും ചെയ്യാത്ത വേറെ ഒന്നും കൊണ്ടല്ല. ഇന്നലെ എനിക്ക് വിളിച്ച് താമസം തന്ന് ഫുഡും തന്നെയുള്ള ഒരാൾ ഞാൻ കൈവെക്കണം ശരിയല്ല, അതുകൊണ്ട് ഞാൻ പോണേന്ന് എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പക്ഷെ എൻ്റെ പൊന്നോ, ഇത്ര നാളത്തെ യാത്ര അല്ലെങ്കിൽ ഇത്ര നാളത്തെ ലൈഫിൽ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. എൻ്റെ പൊന്നോ, കാരണം നമ്മൾ വേറെ ഒന്നും കൊണ്ടല്ല ഇത് പറഞ്ഞത്, നമ്മൾ നല്ലതാണെന്ന് വിചാരിക്കും. കാരണം ഇത്ര നേരം നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും പുള്ളി ഒരു നല്ലൊരു മനുഷ്യൻ, പക്ഷെ പുള്ളിയുടെ ഉള്ളിൽ ഇപ്പം ഇങ്ങനത്തെ ഒരു ഇതാണെന്നൊക്കെ. കാരണം ഞാൻ ഇത് ഷെയർ ചെയ്യണോ അതിൻ്റെ വീഡിയോ ഉണ്ട്, ഞാനത് കൊടുക്കാനുള്ള. ഞാൻ വേണമെങ്കിൽ ഇൻ കേസ് ഇനി ഇതാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ എൻ്റെ റീലാക്കി ഇടാട്ടോ. പക്ഷെ എൻ്റെ പൊന്നെ, കാരണം ഞാൻ അതൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇൻ കേസ് കാരണം ഒരാളെ ഇനിയിപ്പോൾ നമ്മളിട്ട് നാണം കെടുത്തണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. പിന്നെ അതിൻ്റെ വീഡിയോ ഇരിപ്പുണ്ട്, വേണമെങ്കിൽ ചിലപ്പോൾ ഇൻ കേസ് ഒരു തന്നെയാണ് ഞാൻ ഇടാലാന്ന് വെച്ച്. കാരണം എന്തൊരു എനിക്ക് കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു കാരണം നമ്മൾ അത്രയും നല്ലൊരു മനുഷ്യനെന്ന് വിചാരിച്ച ഒരാൾ ഇങ്ങനെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്തോ പോലെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. കാരണം മറ്റേ വീഡിയോയിൽ ഞാൻ നിർത്തിയതാണ്, പിന്നീട് ഇടണ്ടല്ലോ എന്ന് വെച്ചാൽ പിന്നീട് ഇപ്പോൾ ആ ഒരു കാര്യം എനിക്ക് പറയണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ തുടർച്ചയായിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.